രൂപയുടെ ഒരു നോട്ടെടുത്ത് പോക്കറ്റ് വെച്ചുകൊണ്ട് പുറത്തിറങ്ങിയാൽ പണ്ട് 500 രൂപയുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു വർഷം കഴിയാം. ഇന്നതിന് കഴിയില്ല. നമ്മൾ പറയും, പല ന്യായങ്ങളും പറയും. ഇന്ന് സാധനങ്ങൾക്കൊക്കെ വില കൂടിയല്ലോ, ഇന്ന് വസ്തുക്കൾക്കൊക്കെ വില കൂടിയല്ലോ. നമ്മൾ പറയും, എന്റെ പ്രിയപ്പെട്ടവരെ, അത് മാത്രമാണ് നമ്മൾ ധരിച്ചു പോകാൻ പാടില്ല. 2 വർഷം കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിലെന്നല്ല, ഇന്ത്യ രാജ്യത്തിലെന്ന് മാത്രമല്ല, ഈ ആകാശത്തിനൊരാളെ ഭൂമിക്ക് മുകളിൽ താമസിക്കുന്ന ഓരോ മനുഷ്യരും കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് യാചിക്കേണ്ട സാഹചര്യം വരും. 2 വർഷം കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാൽ കുടിവെള്ളമില്ലാതെ കഷ്ടപ്പെടും. ഇന്നും എത്രയോ നാടുകളിലാണ് എന്റെ പ്രിയപ്പെട്ടവരെ പാവപ്പെട്ട സഹോദരിമാര് മുനിസിപ്പാലിറ്റിയുടെയും നഗരസഭയുടെയും പഞ്ചായത്തിന്റെയും വണ്ടി വരുമ്പോൾ അതിന്റെ കലങ്ങിയ വെള്ളം, അതായത് കുടിക്കാൻ പോലും കൊള്ളാൻ കഴിയാത്ത വെള്ളം, അത് വാങ്ങാൻ വേണ്ടിയിട്ട് മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന സാഹചര്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസം കഴിയും തോറും വരൾച്ച. ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ഭീതിയുടെ മുൾമുനയിൽ നിർത്തപ്പെടുന്നത് വരൾച്ചയാണ്. അതിൽ റസൂലുള്ളാഹിയിൽ മാതൃകയുണ്ട്. അത് പറയാൻ നമുക്ക് സമയമില്ല. ഏതായിരുന്നാലും അള്ളാഹു ജീവിതത്തിൽ നിന്ന് ബറക്കത്തെടുത്ത് കളഞ്ഞിരിക്കാൻ നമ്മുടെ ജീവിതത്തിന്റെ സമ്പാദ്യത്തിൽ നിന്ന് അള്ളാഹു ബറക്കത്തെടുത്ത് കളഞ്ഞിരിക്കുകയാ. ഞാൻ വിശാലമായി പറയുന്നില്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തില് എന്ത് ദുനിയാവിന്റെ പ്രയാസം വന്നിരുന്നാല്, എന്ത് പ്രയാസം വന്നാല്, എന്തെല്ലാ ദുഃഖങ്ങൾ വന്നാല്, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, ഏത് പ്രയാസം വന്നാലോ അല്ലാഹുവിന്റെ റസൂൽ ചെയ്യുന്നതെന്തെന്നറിയോ? ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന ഇദാ ഹസബഹു അംറുൻ ഫസഇല സ്വലാ. അല്ലാഹുവിന്റെ റസൂലിന് എന്തെല്ലാം ദുനിയാവിന്റെ പ്രയാസങ്ങള്, എന്തെങ്കിലും സാമ്പത്തികമായ പരാധീനതകൾ വന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂല് പെട്ടെന്ന് തന്നെ നിസ്കരിക്കുമായിരുന്നു. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാ. എന്ത് പ്രയാസം വന്നാലും എന്റെ പെങ്ങളെ, നീ എന്താണ് ചെയ്യേണ്ടത്? ക്ഷമയോടെ നിസ്കരിച്ചുകൊണ്ട് റബ്ബിനോട് സഹായം ചോദിച്ചോ, അല്ലാഹുവിനോട് സഹായം ചോദിച്ചോ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുമ്പോ, നമസ്കാരത്തെ നിസാരവൽക്കരിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു 12 ശിക്ഷകളില് 3 ദുനിയാവിലുള്ള തരുമ്പോ അതിൽ 1-ാമതായിട്ടല്ല നിനക്ക് തരുന്നത്. ദുനിയാവിലെ നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് അല്ലാഹു ബറക്കത്തെടുത്ത് കളയുന്നരാ, കച്ചവടത്തിൽ നിന്ന് അല്ലാഹു ബറക്കത്തെടുത്ത് കളയുന്നരാ. ഇത് 1-ാമത്തേതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ചുരുക്കി ഞാനെന്ന് പറയട്ടെ. 2-ാമത്തെ ശിക്ഷ ഏതെന്നറിയോ? 2-ാമതായി അല്ലാഹു ദുനിയാവില് എന്റെയും നിങ്ങളുടെ ഈ കൺമുമ്പിൽ അല്ലാഹു തരുന്ന ശിക്ഷ ഏതെന്നറിയോ? യൻസിഉ മിൻഹു നൂറു സ്വാലിഹീൻ. എന്റെയും നിങ്ങളുടെയും മുഖത്ത്, നിസ്കാരമുള്ള ഒരു വിശ്വാസിയുടെ മുഖരാവിലേക്ക് നോക്കിയാ ഈമാനിന്റെ പ്രഭയില്ലേ അവന്റെ മുഖത്ത് അല്ലാഹു നൽകിയിരിക്കുന്നതായ ഒരു പ്രത്യേകതയാണ്. 5 നേരം നിസ്കരിക്കുന്നവന്റെ മുഖത്ത് നോക്കിയാൽ ഈമാനിന്റെ വെട്ടമുണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവരെ, ഫെയർ ആൻഡ് ലവ്ലി തേച്ചാൽ കിട്ടൂല. അതുപോലെ ദാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഈമാനിന്റെ വെട്ടമല്ല. തലയിൽ കെട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഈമാനിന്റെ വെട്ടമല്ല. ഇതൊന്നും ഉണ്ടായിട്ട് ഈമാനിന്റെ പ്രകാശമാണെന്ന് പറയാൻ പറ്റൂല. ദാടിയും എന്റെ പ്രിയപ്പെട്ടവരെ, ദാടിയും തലപ്പാവുമുള്ള ഒരാൾക്ക് ആ ഈമാനിന്റെ പ്രകാശമാണെന്ന് പറയണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ ഈമാനിന്റെ പ്രകാശം സ്ഫുരിച്ചു നിൽക്കുന്നത് ആരിലാണ്? ചിലർക്ക് ദാടി ഉണ്ടെങ്കിൽ